എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കോഴിക്കാൽ സ്നാക്കാണ് ഇവിടെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഈ സ്നാക്ക് പല രീതിയിലും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഉപ്പും കുരുമുളകും ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ച ചിക്കനാണിത്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോഴിക്കാലിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊട്ടോറ്റോ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മൈദയിൽ ഇട്ട് കൊടുത്ത് നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോഴിമുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ സ്നാക്കും എടുത്ത് കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ കോഴിക്കാൽ സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് ഓരോ സ്നാക്കും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ കോഴിക്കാൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടും. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്ത് കോഴിക്കാൽ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാനിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.